പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുക്കാട്ടുപടിയിലാണ് വന്നുള്ളത്. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ടൊരു വില്ല പ്രോജക്റ്റിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വീടുകളാണ് പണി പൂർത്തിയായിട്ടുള്ളത്. 57 ലക്ഷം രൂപ മുതൽ ഇവിടെ വില്ലകൾ സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ അതിൽ 3 സെൻറ്റും 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം. ആലുവ, തൃപ്പൂണിത്തുറ, കോലച്ചേരി ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. കിഴക്കമ്പലം പഞ്ചായത്തിൽ വരുന്ന മനോഹരമായിട്ടൊരു വീടും കൂടിയാണ്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. നല്ല വീതിയുള്ള റോഡാണ് ഈ വില്ലയ്ക്ക് വന്നുള്ളത്. ഈ കോമ്പൗണ്ടിനകത്ത് 4 വീടുകളാണ്. അതിൽ പണി പൂർത്തിയായിട്ടുള്ള വീടാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നുള്ളത്. ഒരു കൊളോണിയൽ ഡിസൈനും കണ്ടംപററി ഡിസൈനും കൂടി മിക്സ് ചെയ്തിട്ടാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഡെഡ് എൻഡിലായതുകൊണ്ട് തന്നെ ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മതിലിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. 4-way LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മതിലിന് മേലെയായിട്ട് നമുക്ക് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസൊക്കെ ഒരുക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 2 പില്ലറിൽ ലാമ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഫേസ് വരുന്നത്, മുഖം വരുന്നത് വെസ്റ്റിലേക്കാണ്, പടിഞ്ഞാറോട്ടാണ്. ഇപ്പോൾ വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പില്ലറിൽ വരുന്ന ടെക്സ്റ്റ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തും സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വീലറും മറ്റുമൊക്കെ വെക്കാനായിട്ട് ഈ സ്പേസ് യൂസ്ഫുൾ ആവും. അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് ഫ്രണ്ടിലും കിട്ടിയിട്ടുണ്ട്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യുന്ന സ്പേസ് അവിടെയും പോർച്ചിനകത്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റ് ഔട്ടിൽ നല്ലൊരു ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നല്ലൊരു സിംഗിൾ ഡോറാണ് വന്നിട്ടുള്ളത്. പടിഞ്ഞാറോട്ടാണ് ഫേസ് ചെയ്യുന്നത്. നല്ല മരത്തിൽ തീർത്ത സിംഗിൾ ഡോറ് വന്നിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റ് സൈഡാണ്. നല്ലൊരു ലിവിങ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഗസ്റ്റ് ലിവിംഗ് ആണ്. നല്ലൊരു ഫാമിലി ലിവിങ്ങും അപ്പർ ലിവിംഗ് സ്പേസിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയായിട്ട് നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഇതിന് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. അവിടെ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഡൈനിങ്ങിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസിലാണ്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ 2 പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ്. മാത്രമല്ല ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിന് മേലെയായിട്ട് സെറിയുടെ ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. അപ്പോൾ നല്ലൊരു വാഷ് ബേസും കിട്ടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പാനൽ ചെയ്തിരിക്കുന്ന വുഡിൻ്റെ ടെക്സ്ചറുള്ള ഒരു PVC പാനലിംഗ് ആണ് വന്നുള്ളത്. മേലെ LED ലൈറ്റുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചൺ ആണ് വന്നുള്ളത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. കോക്കറി ഷെൽഫ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ ഫുഡും കൂബും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൻ്റെ കളർ പാറ്റേൺ ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. PVC ലാമിനേഷൻ തന്നെയാണ് വന്നുള്ളത്. പ്രൊഫൈൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ധാരാളം പവർ പോയിന്റും വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുന്നത് നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. ഇവിടെയും ഒരു 2 പാളി ജനലും വന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സിങ്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയായിട്ടൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പ്ലേറ്റ് റാക്കും മറ്റുമൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വടക്കോട്ട് ഇറങ്ങാവുന്ന രീതിയിലാണ് ഇതിന് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ സ്പേസ് ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് ഏരിയ കൂടി കിട്ടുകയും ചെയ്യും. കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബാക്കിൽ നല്ലൊരു കൃഷിയിടം മറ്റുമൊക്കെയാണ്. ഇത് പൈൽ ചെയ്ത് ബേസ്മെൻറ്റൊക്കെ പൈൽ ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ മേലെ വെച്ചാൽ കിച്ചണിൽ കിട്ടുന്ന രീതിയിൽ തന്നെ അതിൻ്റെ പ്ലംബിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ് DB യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. 3 ഫേസ് ലൈനാണ് വന്നുള്ളത്. മൊത്തത്തിൽ വീഗാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബെഡ്റൂമിൻ്റെ കവാടം, അതായത് കയറി വരുന്ന എൻട്രൻസ് ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു
14 അടിയോളം നീളം വന്നിട്ടുണ്ട്, 11 അടിയോളം വീതിയുമുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ജനലുകളെല്ലാം പാനൽ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഡൈവെക്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ഡൈല് ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. നല്ല ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. അങ്ങനെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുന്ന സ്റ്റെയറിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഇൻവെർട്ടറും മറ്റും കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ നമുക്ക് ഇതിനകത്ത് വെക്കാവുന്നതാണ്. സ്റ്റെയർ കവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഗ്രാനൈറ്റ് ആണ് ഫുള്ള് വിരിച്ചിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. കയറി വരുന്ന പടിഞ്ഞാറ് വശത്ത് കാണുന്ന പെർഗോളാസ് ആണത്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീടിനകത്തേക്ക് കയറി വരികയും ചെയ്യും. സ്റ്റെപ്പിന് മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റായി കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്ന വെസ്റ്റ് സൈഡാണ്, അവിടെയും പെർഗോളാസ് വരുന്നുണ്ട്. നല്ലൊരു ലിവിങ് സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. നല്ല സ്പേസ് ഉള്ള ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ടി യൂണിറ്റ് ആണ്, സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് വലിയൊരു ടി വി ഇവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. ഇവിടെ സോഫ സെറ്റീസും മറ്റുമൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് വെസ്റ്റ് സൈഡാണ്, അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. നമുക്കിനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് പോകുന്ന എല്ലാ എൻട്രൻസും ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. എല്ലാം മരത്തിൽ തീർത്ത ഡോറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ അതേ അളവ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. 14 അടി നീളം 11 അടി വീതിയും കിട്ടിയിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂം വന്നുള്ളത്, അതായത് തെക്ക് പടിഞ്ഞാറ് വശം തന്നെയാണ്. ഭംഗിയുള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറിലാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. 3-way മിക്സഡ് ടാപ്പ് വന്നിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹീറ്ററിന്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിൽ 2ാമത്തെ ബെഡ്റൂമിലാണ്. താഴെ ഇതിന് 1 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമുമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ 3ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ നീളം വരുന്നത് 12 അടി നീളം വന്നിട്ടുണ്ട്, 10 അടി വീതി വന്നിട്ടുണ്ട്. ഈ കാണുന്നത് 3 പാളി ജനലാണ് വന്നുള്ളത്. നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു കബോർഡും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിന്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെയാണ് വന്നുള്ളത്. എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന 3 ബെഡ്റൂമും ബാത്റൂമും നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. ഫുള്ളി കവേർഡ് ആയുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് വുഡിന്റെ ടെക്സ്റ്റിലുള്ള ഒരു മാറ്റ് ടൈലാണ് വന്നുള്ളത്. ഇവിടെ വാട്ടർ ലൈനും പവർ പോയിന്റും വേസ്റ്റ് ലൈനും കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാം. ഇവിടെ അയൺ ടേബിളും മറ്റും കൊടുക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അലക്കി വിരിച്ച് നമുക്ക് മേലെ ഉണക്കാൻ കൊണ്ടുപോകാം. കാരണം ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് തന്നെയാണ്, ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് പോവാം. നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഒരു വുഡിന്റെ ടെക്സ്റ്റുള്ള ഇന്റീരിയലും കൊടുത്തിട്ടുണ്ട്. അതേ ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഇവിടെ സ്ക്വയർ ട്യൂബിന്റെ ഡിസൈനിലും കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ ഫുള്ള് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ആ വുഡിന്റെ ടെക്സ്റ്റ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിന്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെന്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിന്റെ 3+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 59 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.